പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള നെക്ക് ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു 6 പാനൽ കുർത്തിയാണ് ഇത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ പ്രിൻറ്റഡ് ക്ലോത്തും പിന്നെ നെക്കിലും സ്ലീവിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പിങ്ക് കളറിലൊരു ക്ലോത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഞാൻ ആദ്യം ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി മടക്കിയിടുന്നുണ്ട്. അപ്പോൾ അത് 4 ആയിട്ടാണ് മടക്കിയിടുന്നത്. ഓപ്പൺ സൈഡ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരും. ഇത് നമ്മൾ 6 പാനലുള്ള കുർത്തിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നല്ല വിരിവുള്ള കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും 2.5 മീറ്റർ ക്ലോത്ത് കൊണ്ട് തന്നെ. ഇത് ഞാനൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. അപ്പം ഫുൾ ലെങ്ത്ത് മടക്കി കഴിയുമ്പോൾ 50 ഇഞ്ച് വരുന്നുണ്ട്. അതിൽ മുകളിൽ ആ മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് ഞാനൊരു 6 ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആദ്യം. അത് സ്ലീവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ കുർത്തിയിൽ മെഷർമെൻറ്റ്സ് ചെയ്യുന്ന പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് വിട്ട് 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമുക്കിവിടെ നെക്ക് വിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴത്തോട്ടേക്ക് ഒരു 17 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിക്കുക. ഇത് എല്ലാ സൈസ് കുർത്തിക്കും നമുക്ക് ഈ 17 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഇത് നമുക്ക് പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. ഇനി ഈ തുണിയുടെ താഴത്തെ ഭാഗത്തെ മെഷർമെൻറ്റ്സ് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ 20 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ പകുതിയിൽ നമ്മളൊരു മാർക്കിങ് കൊടുക്കുക. അപ്പം നമുക്ക് 10 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച ലൈനും ആ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ ആ പോയിൻറ്റും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ തുണി ഒന്ന് തിരിച്ചെടുക്കുക. അപ്പം ഏറ്റവും വിട്ട് കൂടിയ ഭാഗം താഴെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിരിവുള്ള കുർത്തി ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഈ ക്ലോത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. അത് നമുക്ക് സീം അലവൻസിന് വേണ്ടിയാണ്. അതായത് ആ പാനൽസ് എല്ലാം കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അതേ രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് ആം ഹോൾ ഞാൻ 8 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. ശേഷം ചെസ്റ്റ് അളവ് 42 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 10.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും കൂടി കൊടുത്തിട്ട് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തോട്ടേക്ക് വേസ്റ്റ് ലെങ്ത്ത് ഞാൻ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് വേസ്റ്റ് റൗണ്ട് എൻ്റെത് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് താഴത്തോട്ടേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ലൈൻ വരച്ചിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം താഴെ വിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളും കൂടി ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ലാസ്റ്റ് കുഴിച്ച് വെട്ടാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈഡിൽ ഇതുപോലെ 4
പാനൽസും ഫ്രണ്ടിൽ ഇതുപോലെ 2 പാനൽസും ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ 6 പാനൽസ് ഉണ്ടാവും. ഫ്രണ്ടിൽ 3 എണ്ണം, ബാക്കിൽ 3 എണ്ണം. ഫ്രണ്ട് പാനൽ ഇതുപോലെ മടങ്ങിയിട്ടാണ് ഉണ്ടാവുക. അത് നമുക്കൊന്ന് നിവർത്തി വെക്കാം. അത് കഴിഞ്ഞിട്ട് പാനൽ ഇതുപോലെ വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ ഇതുപോലെ 3 എണ്ണം ഉണ്ടാവും. അത് 2 സൈഡിലേതും യോജിപ്പിക്കണം. അതേപോലെ ബാക്കിലും 3 എണ്ണം ഉണ്ടാവും. ഇനി നമുക്ക് ഈ പാനൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക. രണ്ടിനും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് ഈ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ പാനൽ എടുത്തിട്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് വെച്ചിട്ട് അതും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ പാനൽ ഞാൻ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാനൽ യോജിപ്പിച്ചെടുക്കാം. ഈ പാനൽസ് ഇങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ താഴെ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലത്തെ പാനൽ മടക്കി വെച്ചിട്ട് ഇതിൽ നെക്ക് മാർക്ക് ചെയ്യാം. അപ്പം നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പീസിലും നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് പീസിൽ നെക്ക് ഡെപ്ത്ത് ഞാൻ 3.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രം ആം ഹോൾ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ റെഡിയാക്കി എടുത്ത പീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ആ സൈഡിലേക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 2 ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ഞാൻ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് ആ ബാക്ക് നെക്കിൻ്റെ ആ ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കിൻ്റെ ആ മുകളിലത്തെ ഭാഗം ഞാൻ ഈ കാണിക്കുന്ന സൈഡിലെ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് താഴത്തുള്ള ഭാഗം നമുക്ക് കൈകൊണ്ട് ഹെം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ ഹാഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ പീസില്ലേ, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ 4ആയിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇത് താഴത്തോട്ടേക്ക് ലെങ്ത്ത് 11 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആം ഹോളിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലീവ് ലെങ്ത്ത് എനിക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അത് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 3.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഈ ടോപ്പിലേക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ചെരിഞ്ഞ ലൈൻ നമുക്ക് വരച്ചെടുക്കാം. ഇവിടെ താഴെ നമ്മൾ 1.5 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആണ് കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലൈൻ അതിൽ കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റേത് 14 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫ്
7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അര ഇഞ്ച് ഞാൻ ലൂസും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ഇഞ്ച് താഴത്തോട്ടേക്ക് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ചെരിഞ്ഞ ലൈനിൻ്റെ ഹാഫിലൊരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് അര ഇഞ്ച് ഉള്ളിലോട്ടേക്കും അതുപോലെ മുകളിൽ അര ഇഞ്ച് പുറത്തോട്ടേക്കും ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് സ്ലീവ് കിട്ടും. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാത്രം അര ഇഞ്ചൊന്ന് കുഴിച്ചു വെട്ടാം. ഫ്രണ്ട് പോർഷൻ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ നെക്ക് ചെയ്ത് അതേ ടൈപ്പ് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സ്ലീവിലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു 2 ഇഞ്ച് വിട്ട് വരുന്ന ക്ലോത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2ആയി മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തില്ലേ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇത് ഫ്രണ്ടിലോട്ടേക്ക് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ 2 സ്ലീവിലും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുർത്തിയിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ ആ ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയില്ല ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന ആ സ്ലീവ് കട്ടിങ് തന്നെ എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മുടെ സ്ലീവ് റൗണ്ട് വരുന്നത് 7 ഇഞ്ചാണ്. അര ഇഞ്ച് ഞാൻ ലൂസും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ചെസ്റ്റിന് അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് 2 സൈഡിലും സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അതും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. അതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടേക്ക് നമ്മൾ അര ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി മാർക്ക് ചെയ്തിട്ടൊന്ന് വരക്കുക. എന്നിട്ട് നമ്മൾ വരച്ച സൈഡിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പോൾ ഞാനിത് 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്കിതുപോലെ അര ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഒരു പീസ് കാണിച്ചിരുന്നില്ലേ, ഈ ക്ലോത്തിലൊരു ബോർഡർ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ബോർഡർ ഇനി നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബോർഡറിൻ്റെ അറ്റം ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് 2ആയി മടക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന കുർത്തിയുടെ മേലെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റും താഴെയും മുകളിലുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബോർഡറും കൂടി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ പാനൽ കുർത്തി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.